പ്രിയമുള്ളവരെ, രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുരുക്ക സമയത്തിനുള്ളിൽ പറയാം. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം ഒരു മണ്ഡലകാലം പിന്നിടുകയാണ്. 40ാമത്തെ ദിവസം 7ാമത്തെ വട്ട ചർച്ച നടന്നു. 7ാമത്തെ വട്ട ചർച്ചയിലും കർഷകർ ഉന്നയിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് യാതൊരു പരിഹാരവും അനുവദിക്കാൻ ഭരണാധികാരി തയ്യാറായിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ കൂടിയാണ് എന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടെന്നാൽ അത്തരമൊരു സമരം യഥാർത്ഥത്തിൽ കർഷകർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി കൂടിയാണ് എന്ന തിരിച്ചറിവില്ലായ്ക യഥാർത്ഥത്തിൽ ഭരണാധികാരികൾക്ക് അനുകൂലമായ നിലപാടാണ്. ഏതൊരു രാജ്യത്താകട്ടെ ജനാധിപത്യം മോശമാകുന്നത് ദുഷ്ടമായ അല്ലെങ്കിൽ തെറ്റായ ഭരണവർഗ നടപടികൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് അത്തരം നടപടികളോട് മൗനം പാലിക്കുന്ന ആളുകളുടെ നിലപാടുകൾ കൊണ്ടുകൂടിയാണ് എന്ന വളരെ ആപ്തവാക്യം നമ്മൾ പരിശോധിച്ചാൽ നമ്മളും കുറ്റക്കാരാണ്. 7ാമത്തെ വട്ട ചർച്ചയിലും പരിഹാരമുണ്ടായിട്ടില്ല എന്നുള്ള വളരെ അപകടകരമായൊരു സ്ഥിതി ഇപ്പോൾ അവിടെ നിലനിൽക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ 2-3 പ്രധാനപ്പെട്ട വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തങ്ങൾ തയ്യാറാണ് എന്ന് സ്വകാര്യ ചർച്ചകളിലും അതേപോലെ തന്നെ ഏതാണ്ട് 40ഓളം പ്രതിനിധികൾ കൂടിയിരുന്നിട്ടാണ് 7ാമത്തെ വട്ട ചർച്ച നടന്നത് എങ്കിൽ അത്തരം ചർച്ചകളിലൊക്കെ എഴുതിക്കൊണ്ടല്ലാതെ സമ്മതിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. 2020 ഇലക്ട്രിസിറ്റി ബില്ല് പിൻവലിക്കാം എന്നാണ് ഭരണാധികാരി സമ്മതിച്ചിട്ടുള്ളത്. 2 പൊല്യൂഷനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കർഷകരെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നിയമം വന്നിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്ന് കർഷകരെ ഒഴിവാക്കി കൊടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ 2 കൊല്ലത്തേക്ക് ഈ നിയമം നടപ്പിലാക്കാൻ നിങ്ങൾ സമ്മതിക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കാം എന്ന് ഭരണാധികാരി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ MSP നിലനിർത്താം, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത് നിലനിർത്താം. ഇങ്ങനെയൊക്കെ വാക്കാൽ സമ്മതിക്കാനും ഭരണാധികാരി തയ്യാറായിട്ടുണ്ട്. പക്ഷേ കർഷകർ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം എന്താണ്? ആ ആവശ്യം ഈ തെറ്റായ നിയമങ്ങൾ 3 കർഷക വിരുദ്ധമായ നിയമങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ്. അതിൽ തൊടാൻ ഭരണാധികാരി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കർഷകർക്ക് വേണ്ടി വല്ലാതെ മുതലക്കണ്ണീർ എന്നൊക്കെ പറയുന്ന കണ്ണീരൊഴുക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ, ഇന്ത്യയുടെ ആത്മാഭിമാനം ഉയർത്തുന്ന ഈ കർഷകർ, അവർ നമുക്ക് വേണ്ടി കൂടി സമരം ചെയ്യുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട വിഷയത്തിൽ തൊടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2ാമത്തേത്, അമേരിക്കയിൽ ജനുവരി മാസം 20-ാം തീയതി ജോ ബൈഡൻ പ്രസിഡന്റായി മാറും. അങ്ങനെ മാറുന്നതിനുള്ള ബാക്കി എല്ലാ നടപടിക്രമങ്ങളുമായി, എന്നാൽ അതെന്തോരം വൈകിപ്പിക്കാമോ അല്ലെങ്കിൽ അതിലെത്ര ബാരിക്കേഡുകൾ ഉണ്ടാക്കാമോ, പ്രതിസന്ധികൾ ഉണ്ടാക്കാമോ, അതാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ജനുവരി 2-ാം തീയതി വെളുപ്പിന് 3 മണിക്ക് അദ്ദേഹം ജോർജിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഗവർണർ ബ്രയൻ കെമ്പ് എന്ന് പറയുന്ന ആളെ വിളിച്ച് 1 മണിക്കൂർ നേരം സംസാരിച്ചിരിക്കുന്നു. ഇപ്പോൾ ടെലിഫോൺ സംഭാഷണം പുറത്തൊക്കെ ആളുകൾക്ക് കേൾക്കാം. അത്തരത്തിലായിട്ടുണ്ട്. കാരണം ജോർജിയ എന്ന് പറയുന്ന സംസ്ഥാനം ഏതാണ്ട് റിപ്പബ്ലിക്കന്മാർക്ക് എഴുതി കൊടുത്തിരിക്കുന്നത് പോലൊരു സംസ്ഥാനമാണ്. അത്തരമൊരു സംസ്ഥാനത്ത് നിന്ന് റിപ്പബ്ലിക്കന്മാർ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഈ കാര്യം അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നു ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന്. എന്നാൽ ട്രംപ് പറയുമോ താൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയാനിടയില്ല. ഹാച്ച് ആക്ട് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ട് അമേരിക്കയിലുണ്ട്. 1939 പാസ്സാക്കിയതും 93 ഭേദഗതി ചെയ്തതുമായിട്ടുള്ള ആ ആക്ടിൽ പറയുന്നത് ഗവൺമെന്റ് പ്രതിനിധികളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നാണ്. ഇത് പ്രസിഡന്റ് വിളിച്ച് ഗവർണറോട് പറയാണ് ഇങ്ങനെ ചെയ്യ്, അദ്ദേഹത്തിന്റെ 11,780 വോട്ടുകൾ കാണാനില്ല, പ്രത്യേകം സെനറ്റ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ തെരഞ്ഞെടുപ്പിന് സർട്ടിഫിക്കേഷൻ നൽകുന്നതിനെ തടയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിയമവിദഗ്ധരായിട്ടുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഭയങ്കരമായി കൊട്ടിഘോഷിക്കപ്പെടുന്ന അമേരിക്കൻ ജനാധിപത്യത്തിൽ ഇവിടെ പ്രതിപക്ഷം കുഴപ്പമുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഭരണപക്ഷത്തിന്റെ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നയാളാണ് ആക്ഷേപിക്കുന്നത് എന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ അയാൾക്ക് തന്നെയും അവിടുത്തെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം എത്രയാണ് എന്ന് കാണിക്കുന്നതാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ നടപടികൾ. അങ്ങനെ 2 വിടുവായന്മാരായിട്ടുള്ള ആൾക്കാർ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ പ്രതിസന്ധിയിലായ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്.